കൊല്ലക്കാരെ പറ്റിയിട്ട് മിനിസ്റ്റർ കൊല്ലത്തിന് മന്ത്രിയാണ്, എല്ലാ ശൈലിയുള്ളവരും മന്ത്രിയാണ്. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഐസ്ക്രീമിന് അടിയാണ്, ബിരിയാണിക്ക് അടിയാണ്, ഇന്നിപ്പം മന്തിക്കടി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൊല്ലക്കാരെ വല്ലാണ്ടങ്ങ് ഒറ്റപ്പെടുത്തണമെന്ന് തോന്നുന്നു. ഒരു കൊല്ലക്കാരന്റെ രോദനം. സത്യത്തിൽ കൊല്ലം ഇങ്ങനൊന്നും അല്ല. ഇവിടെയാണ് നമ്മൾ പറയേണ്ടത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെ. ഇതൊക്കെ ശരിക്കും ഒറ്റപ്പെട്ട, ഇത് എവിടെയെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കൊല്ലത്ത് വരുമ്പം അത് എന്തെന്ന് വെച്ചാൽ ആവർത്തിച്ച് പല വിഷയങ്ങൾ, ഈ പറഞ്ഞാണ് പപ്പടത്തിന്റെ, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു കാര്യം ഉറപ്പാ, കേരളത്തിലല്ല ലോകത്തില് ആര് വന്നാലും കൊല്ലം കണ്ടവനില്ല വേണ്ട. ഇത്രയും ഹോസ്പിറ്റാലിറ്റി, എല്ലാ നാടിനും അതിൻ്റെതായ കൾച്ചറും അഭിമാനവും ഒക്കെ ഉണ്ട്. പിറന്ന നാടിന് പ്രാദേശിക ലേഖന്മാരുള്ള സ്ഥലമാണ് കൊല്ലം. ചെറിയ വാർത്തകൾ കൂടി പുറത്തേക്ക് അതാണ് അതിന്റെ കാര്യം. ഞങ്ങള് കൊല്ലംകാര് പാവങ്ങളാട്ടോ. പിന്നെ പ്രസിഡന്റ് പിന്നെ സ്ത്രീയാണ്, ജനസംഖ്യ അനുപാതികമായിട്ടുള്ള സ്ത്രീകൾക്ക് അവസരങ്ങൾ വേണം. എന്തുകൊണ്ട് KPC അധ്യക്ഷസ്ഥാനത്ത് ഒരു സ്ത്രീ വന്നുകൂടാ? അതിനെപ്പറ്റി എന്ത് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തെ സംബന്ധിച്ചുള്ള KPC അധ്യക്ഷസ്ഥാന സ്ത്രീ വന്നിട്ടില്ല. അതെ, അത്തരം കാര്യങ്ങൾ വരാതിരിക്കില്ല. ഇന്നിപ്പോ KC വേണുഗോപാലിനെ കണ്ടല്ലോ. അപ്പൊ ഈ KPCC പുനഃസംഘടനയിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായി വേണം എന്ന് ആവശ്യം പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് മാള കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം, അതിനു മുമ്പ് നമ്മൾ KC വരുന്ന യൂത്ത് കോൺഗ്രസ് ആയിരുന്ന വിദ്യാർത്ഥി യുവജന കാര്യങ്ങൾ അതത് കാലത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മാള കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തി അന്നു മുതൽ ഇപ്പോൾ വരെ എപ്പോഴും വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് പാർട്ടിക്കകത്ത് വളരെ ശക്തമായി പറയുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. എപ്പോഴെങ്കിലും വനിത എന്ന നിലക്ക് കോൺഗ്രസ് പാർട്ടിയിലോ സംഘടനാ പുറത്തിനോ അവതരണ നേരിടുകയോ മാറ്റി നിർത്തപ്പെടുകയോ? ഈശ്വര അനുഗ്രഹത്താൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൊല്ലത്തിൽ റേഡിയോ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലം. റേഡിയോ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയായിട്ടാണ് ചുമതലയിൽ. ഈ കഴിഞ്ഞ പണിമുടക്ക് സമയത്ത് IATUC ഉൾപ്പെടെ പണിമുടക്ക് സമയത്ത് പ്രതിപക്ഷ നേതാക്കളുടെ അതിനെ എതിർത്തുകൊണ്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. ആ രീതി എങ്ങനെയായിരിക്കും പണിമുടക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പോകുന്നത്? പണിമുടക്കിന് പരമാവധി പണിമുടക്കുകൾ ഇല്ലാതെ ഈ പറഞ്ഞ കണക്ക് ട്രേഡ് യൂണിയൻ സൗഹൃദമായിട്ട് വകുപ്പ് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ അത്തരം ഗവൺമെന്റ് പണിമുടക്കുകൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി അവരുമായി ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കും. അനശ്വര ചോദിക്കട്ടെ. അധ്യാപകന്മാരായാലും കൗൺസിലർമാരായാലും കുറച്ചും കൂടെ ചൈൽഡ് ഫ്രണ്ട്ലി ആവണമെന്നാണ് പറയുന്നത്. ഇപ്പം 2-3 കേസ് സ്കൂളുകളിൽ തന്നെയാണ് വരുന്നത്. മാം പറഞ്ഞല്ലോ ഇപ്പം ക്രൈംസ് വീട്ടിൽ തന്നെ സംഭവിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ കുട്ടികൾ പോകുന്ന സ്ഥലം സ്കൂളുകളാണ് പഠിക്കാനായിട്ട്. അപ്പൊ അതുപോലെ അവിടെയും അധ്യാപകർ തന്നെ സെക്ഷൽ ഹാരാസ്മെന്റ് ആയാലും ഫിസിക്കൽ അസോൾട്ട് ആയാലും അങ്ങനത്തെ 2-3 കേസുകൾ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ? തീർച്ചയായും അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ വിമൻ ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയുന്നു. സ്ത്രീ സൗഹൃദമായൊരു സമൂഹമാണ്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ പഴഞ്ചൊല്ലായി പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങൾ അത് തെറ്റാണ്, സ്ത്രീവിരുദ്ധമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ആവർത്തിച്ച് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നേരെ വെളുക്കാത്ത ചിലർ അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഈ ശിശുക്കളുടെ കാര്യത്തിൽ. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്നോട് ഒരു കുഞ്ഞിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇല്ലാതാവുന്നില്ല. സ്റ്റേറ്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുപോലെ ശിശു സൗഹൃദമായ ശിശു കേന്ദ്രീകൃതം, അത് വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എന്നത് മാത്രമാണ് നമ്മുടെ കൺസെപ്റ്റ്. അത് നിലനിർത്താൻ വേണ്ടി ശിശു സൗഹൃദമായി എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കുന്ന നിയമ നടപടികളുണ്ടാകും. പക്ഷെ അത് പോരാ. അതിനു മുമ്പ് തന്നെ അതിനുവേണ്ടി നിരവധി ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് സ്കൂൾ കൗൺസിലേഴ്സിനൊക്കെ നിയമിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. സ്കൂൾ കൗൺസിലേഴ്സ് പലയിടത്തും ഇൻസഫിഷ്യൻ്റ് ആണ്. അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പരമാവധി കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ, കുഞ്ഞുങ്ങളെ എങ്ങനെ തന്നെ, ഇപ്പോൾ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. ശിക്ഷിച്ചുകൂടാന്നാണ്. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ സാറ് നാളെ അടിക്കും എന്നുള്ളത് കൊണ്ട് പഠിച്ചുകൊണ്ട് പോയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറി. സൈക്കോളജിക്കലായിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്.
അതിന് തീർച്ചയായും ട്രെയിനിങ് കൊടുത്ത് ബോധവൽക്കരണം നടത്തി അത് ഉറപ്പുവരുത്താൻ വകുപ്പ് ശ്രമിക്കും.